ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് പീര മീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ മീനിനെ നമുക്കിന്നൊരു പുളിയും മുളകും കറി വയ്ക്കാവേ. ആദ്യം മീനിനെ വെട്ടി ഇതാ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ആവശ്യത്തിന് കൊച്ചുള്ളി, ഒരു 2 പിടി കൊച്ചുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ അതിനകത്ത് തന്നെ ഇട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ ഇതെല്ലാം കൂടി ഇട്ട് നല്ല പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചട്ടി ഗ്യാസിലോട്ട് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കാം. അപ്പോൾ ആ എണ്ണയെ നല്ല ചൂടായി വരുമ്പോൾ ഇത്തിപ്പൂല നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നല്ല മൂത്ത് വരണേ. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ അപ്പോൾ നല്ല രീതിക്ക് പിടിക്കും. മൂത്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് അതിനകത്തോട്ട് ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ ഇഞ്ചിയുടെയും കൊച്ചുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ചേക്കാവേ. ജസ്റ്റ് ഒന്ന് അടച്ചൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഫ്രഷ് ഒരു മണം, നല്ല അടിപൊളി ഒരു മണമായിട്ട് വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് മീൻ പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ്. അപ്പം നമുക്ക് പൊടിഞ്ഞും കൂടെ പോകുന്ന മീനാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, മീൻ വേവാനായിട്ടുള്ള വെള്ളം വെച്ച് അതിനകത്തോട്ട് നമുക്കൊരു തക്കാളി 2-3 പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉപ്പ് ഒരു കാരണവശാലും മറക്കരുത്. ഞാൻ ഇത്രയും നേരമായിട്ട് മറന്നുപോയി. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ആ അടപ്പങ്ങ് തുറക്കുമ്പം നമ്മുടെ കറി നല്ല തിളച്ച് നമ്മളെ മീൻകുട്ടനെ സ്വീകരിക്കാനായിട്ട് നല്ല തിളച്ച് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് മീനിട്ടെടുക്കാവേ. നമ്മുടെ മീനുകളൊക്കെ പൊടിഞ്ഞു പോവാതെ നല്ല രീതിക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മീനിനെ അതിനകത്തോട്ട് ഇടുകയാണേ. ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ അങ്ങ് അടച്ച് കുട്ടപ്പനായിട്ട് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ്, 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ മീൻകറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് ഇടണേ. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ അമർത്തുക മറക്കല്ലേ. താങ്ക് യു.